വോട്ടർമാർക്ക് നന്ദി പറഞ്ഞ് സന്ദീപ് വാര്യർ. തന്നെ കാണാൻ വോട്ടർമാർക്ക് ശുപാർശ കത്തിന്റെ ആവശ്യമുണ്ടാവില്ല. മണ്ഡലത്തിന്റെ വികസന മുരടിപ്പിനെതിരെയാണ് ജനങ്ങൾ വോട്ട് ചെയ്തത്. രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരെയും ഒന്നിച്ചു ചേർത്തുള്ള പ്രവർത്തനമായിരിക്കും തന്റേതെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു. കേരളത്തിൽ UDFന്റെ തരംഗമായിരുന്നെങ്കിൽ മലപ്പുറത്ത് അത് UDFന്റെ സുനാമിയായിട്ടാണ് LDFന് മേൽ ആഞ്ഞടിച്ചത്. എല്ലാ മണ്ഡലങ്ങളിലും വൻ വിജയം. LDFനെ ഇല്ലാതെയാക്കി തൂത്തുവാരിയായിരുന്നു UDFന്റെ വിജയഗാഥ. ആ വിജയങ്ങൾ തന്നെ വലിയ ഭൂരിപക്ഷത്തിലായിരുന്നു. മുസ്ലിം ലീഗിന്റെ എല്ലാ സ്ഥാനാർത്ഥികളും ഏറ്റവും ചുരുങ്ങിയത് 20,000-ന് മുകളിൽ വോട്ട് നേടിയാണ് വിജയിച്ചത്. അതിൽ തന്നെ PK കുഞ്ഞാലിക്കുട്ടി സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷമാണ് നേടിയത്. 85,327 എന്ന വലിയ ഭൂരിപക്ഷം. അതുപോലെ തന്നെ തിരൂരങ്ങാടിയിൽ 63,387 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് PMS സമീർ നേടിയത്. കോട്ടക്കലിൽ 62,638 വോട്ടിൻ്റെ ഭൂരിപക്ഷം. മഞ്ചേരിയിൽ 57,887 വോട്ടിൻ്റെ ഭൂരിപക്ഷമായിരുന്നു. പള്ളിക്കുന്നിൽ 51,289 വോട്ടിനാണ് TV ഇബ്രാഹിം വിജയിച്ചു കയറിയത്. കൊണ്ടോട്ടിയിൽ ആദ്യമായി മത്സരത്തിനിറങ്ങുന്ന MSFന്റെ മുൻ നേതാവായിട്ടുള്ള അഷ്റഫ് അലി 56,017 വോട്ടിനാണ് അവിടെ വിജയിച്ചത്. മങ്കടയിൽ 45,609 വോട്ടിനും ഏറനാട്ടിൽ 41,289 വോട്ടിനും ലീഗിന്റെ സ്ഥാനാർത്ഥികളായ മഞ്ഞളാംകുഴി അലിയും PK ബഷീറും വിജയിച്ചു കയറി. വലിയ പോരാട്ടം ഉണ്ടാകുമെന്ന് കരുതിയ പെരിന്തൽമണ്ണയിൽ നജീബ് കാന്തപുരം 32,431 വോട്ടിൻ്റെ മികച്ച ഭൂരിപക്ഷമാണ് നേടിയത്. വേങ്ങരയിലും കടുത്ത പ്രചരണമായിരുന്നു. പക്ഷേ അതൊന്നും തന്നെ തെരഞ്ഞെടുപ്പിൽ വോട്ടിങ്ങിൽ UDFന് മുസ്ലിം ലീഗിന് ഒരു തരത്തിലും ഭീഷണിയായില്ല. അവിടെ 30,325 വോട്ടിന് KM ഷാജി വിജയിച്ചു കയറുന്ന സാഹചര്യം. അതുപോലെ തന്നെ LDFന്റെ കൈവശമായിരുന്ന 2 തവണ LDFന്റെ കൈവശമായിരുന്ന താനൂരിൽ ഇത്തവണ PK നവാസ് അത് തിരിച്ചെടുത്തത് 27,131 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ്. മാത്രമല്ല തിരൂർ പിടിച്ചെടുക്കാനായി അങ്ങോട്ട് മാറിയ V അബ്ദുറഹ്മാനും പരാജയം രുചിക്കേണ്ടി വന്നു. കുറുക്കോളി മൊയ്തീൻ അവിടെ 24,137 വോട്ടിന് വിജയം. ഇങ്ങനെ ലീഗിൻ്റെ എല്ലാ സ്ഥാനാർത്ഥികളും മികച്ച ഭൂരിപക്ഷത്തിൽ വൻ വിജയം നേടുന്ന ഒരു ചരിത്രമായിരുന്നെങ്കിൽ കോൺഗ്രസിൻ്റെ മിന്നും പ്രകടനം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യമായി 4 സീറ്റുകളും കോൺഗ്രസ് നേടി. മലപ്പുറം ജില്ലയിലെ 16 സീറ്റുകളും UDF നേടുന്ന സാഹചര്യമായിരുന്നു. ആര്യടൻ ഷൗക്കത്തിൻ്റെ വിജയം 54,851 വോട്ടിൻ്റെ കൂറ്റൻ ഭൂരിപക്ഷത്തിലാണ്. ആര്യടൻ മുഹമ്മദിന് പോലും നേടാൻ കഴിയാത്തത്ര വലിയ ഭൂരിപക്ഷമാണ് ആര്യടൻ ഷൗക്കത്ത് ഇത്തവണ അവിടെ നേടിയത്. അതിലപ്പുറം ഇത്തവണ UDFൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ആഹ്ലാദം നൽകുന്നത് പൊന്നാനിയും തവനൂരും ജയിക്കാനായി എന്നുള്ളതാണ്. തവനൂർ ആദ്യമായിട്ടും പൊന്നാനി 2001-ന് ശേഷം വീണ്ടും ഇപ്പോഴാണ് അവർക്ക് നേടാൻ സാധിച്ചത്. VS ജോയുടെ DCC പ്രസിഡന്റായ VS ജോയുടെ വിജയം തവനൂരിൽ 14,647 അതും KT ജലീലിനെതിരെ എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ ആഘോഷമാണ് UDFനെ സംബന്ധിച്ച് ഈ വിജയം. പൊന്നാനിയാണെങ്കിൽ അത് LDFന്റെ പൊന്നാപുരം കോട്ടയായിട്ടാണ് കണ്ടിരുന്നത്. പക്ഷേ അവിടെയും KP നൗഷാദ് അലിയുടെ വിജയം 13,267 വോട്ടിനാണ്. അനിൽകുമാറും AP അനിൽകുമാറും 47,939 വോട്ടിന് വണ്ടൂരിൽ നിന്ന് വിജയിച്ചു. അങ്ങനെ എല്ലാ സ്ഥാനാർത്ഥികളും UDFന്റെ എല്ലാ സ്ഥാനാർത്ഥികളും മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത്തവണത്തേത്. LDFനാണെങ്കിൽ എല്ലാം നഷ്ടക്കണക്കാണ്. ഏതെല്ലാം മണ്ഡലങ്ങളിൽ പോയി എവിടെ നിന്നെല്ലാം വോട്ട് നഷ്ടമായി എന്നത് തിരിച്ചറിയാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. ഈ കൗണ്ടിങ്ങിൻ്റെ ഒരു ഘട്ടത്തിലും ഒരു മണ്ഡലത്തിലും LDFന്റെ സ്ഥാനാർത്ഥികൾ എവിടെയും ലീഡ് ചെയ്തിരുന്നില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. എന്താണെങ്കിലും LDFനെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പിഴവ് പരിശോധിക്കാനുണ്ടാകും. പക്ഷേ UDFനെ സംബന്ധിച്ച് ഈ വിജയം നൽകുന്നത് വലിയ ആത്മവിശ്വാസമാണ്. ഇനിയുള്ളത് കാത്തിരിപ്പാണ്. ഈ മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിച്ചവരിൽ എത്ര പേർ മന്ത്രിമാരാകും എന്നുള്ളതിനാണ്. അഖിലോട് പറയൊപ്പം CV അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.